ഒരു കാലത്ത് ജീവൻ നിറഞ്ഞു നിന്നിരുന്ന ഗാസ ഇപ്പോൾ ഭൂമിയിലെ നരകത്തെക്കാൾ മോശമായത് എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. വേഴ്സ് ദാൻ ഹെൽ ഓൺ എർത്ത്. അവിടെ സംഭവിക്കുന്ന ഭീകരതകൾ യുദ്ധത്തിൻ്റെ ദാരുണമായ അനന്തരഫലങ്ങൾ മാത്രമല്ല, പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വ്യവസ്ഥാപിതമായ പട്ടിണി, നാശം, വിവേചനരഹിതമായ ബോംബാക്രമണങ്ങൾ, യുദ്ധക്കുറ്റകൃത്യങ്ങൾ, വംശഹത്യ എന്നിവ ഇസ്രായേലിൻ്റെ ഭയാനകമായ കൃത്യതയോടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നടന്നു പോകുന്നത്. ഒരു ജനസമൂഹത്തിന് സഹിക്കാൻ പറ്റാവുന്നതിനേക്കാളും കൂടുതൽ അവിടുത്തെ ജനങ്ങൾ ഓരോ ദിവസവും സഹിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും അവിടുത്തെ ജനങ്ങളും കുഞ്ഞുങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് യാഥാർത്ഥ്യം. 2025 മാർച്ച് ആദ്യം മുതൽ ഇസ്രായേൽ ഉപരോധവും ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും വളരെയധികം ശക്തമാക്കി. ഭക്ഷണമോ വെള്ളമോ വൈദ്യസഹായമോ കൊണ്ടുപോകുന്ന ഒരു ട്രക്ക് പോലും, ഒരു കുപ്പി വെള്ളം പോലും അകത്തേക്ക് കടത്തിവിട്ടില്ല. ഇസ്രായേൽ എല്ലാ അതിർത്തികളും ശക്തമായി അടച്ചു. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസികളായ ഉൻറ, യുനിസെഫ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം തുടങ്ങിയ മാനുഷിക ഏജൻസികൾ മുമ്പ് സഹായങ്ങൾ പലസ്തീനികളെ ജനങ്ങൾക്ക് എത്തിച്ചിരുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിരോധിച്ചു. അവരെല്ലാം ഗാസയിൽ നിന്ന് പുറത്താക്കി. അത് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ മാനുഷിക സഹായ വിതരണവും കംപ്ലീറ്റ് നിർത്തിവെപ്പിച്ചു. Do you think Israel is using food aid, medical aid, humanitarian aid as a weapon of war? I have absolutely no doubt, and this is what we have witnessed during these last 19 months, but especially during these last 2 months. That's a war crime. That will be qualified as a war crime. The qualification will come from the ICJ, not from me. What about യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ഗാസ ലോകത്തിലെ ഏറ്റവും വിശക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. കൂടാതെ അതൊരു കൊലപാതക കളമായി കൊണ്ടിരിക്കുകയാണ്. ഗാസ ഹാസ് ബിക്കം ദ ഹംഗ്രിയസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് എ കില്ലിംഗ് ഫീൽഡ്. More than 500,000 people, a quarter of the population, ഏകദേശം 5 ലക്ഷത്തോളം ജനങ്ങൾ, ആകെ പോപ്പുലേഷന്റെ 1/4 അതിഗുരുതരമായ പട്ടിണിയിലാണ്. പട്ടിണി കിടക്കുന്നവരിൽ 5-ൽ 4 പേരും ഗാസയിലാണ്. ലോകത്ത് എവിടെയും നടന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകവും ഭീതികരമായ ക്രൂരതയാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു ജനതയെ ഒന്നിച്ച് പട്ടിണി കിടുന്നത് ഒരു ഭയാനകമായ യുദ്ധക്കുറ്റമാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ബാധകമല്ല. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് യുദ്ധക്കുറ്റകൃത്യങ്ങൾ ഇസ്രായേൽ അവിടെ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ശക്തമായ വെസ്റ്റേൺ നേഷൻസിൻ്റെയും എസ്പെഷ്യലി പ്രത്യേകമായിട്ടും അമേരിക്കയുടെയും പിന്തുണയുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഒരു പ്രതിഷേധവുമില്ലാതെ ഈ രാജ്യങ്ങൾ എല്ലാം അതിന് സമ്മതിക്കുന്നു എന്നുള്ള ഒരു വളരെ ദയാനകമായ ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തു, ചുരുങ്ങിയത് 57 കുട്ടികളെങ്കിലും പട്ടിണി മൂലം ഗാസയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും മരിക്കാൻ പോലും ജീവനില്ലാതെ ദുർബലരായ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും അവരെ നോക്കി ഒന്നും ചെയ്യാൻ കഴിയാതെ ഹോസ്പിറ്റലുകളും അവിടെയും ഇവിടെയും കിടക്കുന്ന വളരെ നിസ്സഹായമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 മെയ് അവസാനം പ്രവർത്തനം ആരംഭിച്ച വിവാദപരമായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴി സഹായത്തിൻ്റെ തുള്ളികൾ മാത്രമേ വിതരണം ചെയ്യുന്നുള്ളൂ. അതും അവിടെ ആ സഹായത്തിന് എത്തുന്നവർ അവർക്ക് വെടിയേൽക്കാതെ അവർക്ക് അതിനുള്ള ആരോഗ്യവും എനർജിയും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കിട്ടിയാൽ അവർക്ക് ഭാഗ്യം എന്ന് വേണം കരുതാൻ. കാരണം ആ സഹായത്തിനെത്തുന്ന പലരെയും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു പലസ്തീനിയൻ മദർ ഭക്ഷണത്തിനു വേണ്ടി പൂഴിമണ്ണിൽ തിരയുന്നു.
തീരെ കിട്ടാതെ വരുമ്പോൾ അവർ ബ്രേക്ക് ഡൗൺ ആയിട്ട് കുഴഞ്ഞു വീഴുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് ഈ വീഡിയോയിലും കാണുന്നത്. ഇത്രയും കൊടും ക്രൂരത, മനുഷ്യന് ആലോചിക്കാൻ പോലും പറ്റാത്ത കൊടും ക്രൂരതയാണ് ഗാസയിലെ സാധാരണ ജനങ്ങളെ മേൽ ഇസ്രായേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കാലയളവിൽ നിരവധി കുടുംബങ്ങൾ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ പെട്ട് കംപ്ലീറ്റ് തുടച്ചു നീക്കപ്പെട്ടു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദാരുണ സംഭവത്തിൽ ഡോക്ടർ അൽ നജയുടെ കുടുംബത്തിൽ നേരെ നടന്ന വ്യോമാക്രമണത്തിൽ ആ കുടുംബത്തിലെ 10 കുട്ടികളിൽ 9 കുട്ടികളും ഒന്നിച്ചു കൊല്ലപ്പെട്ടു. ഡോക്ടറായിരുന്ന അവരുടെ പിതാവ് പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. അമ്മയും ഒരു കുട്ടിയും മാത്രമാണ് അത് ജീവിച്ചത്. അവരും ഒരു ഡോക്ടറാണ്. ബോംബ് വീഴുമ്പോൾ അവർ വേറൊരു ആശുപത്രിയിൽ ഡ്യൂട്ടിയിലായിരുന്നു. ഇതേപോലെ കത്തുന്ന കൂടാരത്തിൽ നിന്ന്, ടെൻറ്റിൽ നിന്ന് വേറൊരു പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതേസമയം അവരുടെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് ജീവനോടെ കത്തിനശിച്ചു. തുടച്ചു നീക്കപ്പെട്ട നിരവധി കുടുംബങ്ങളും അവരുടെ സാഹസ കഥകളും കൂടെയാണ് ഗാസ ഓരോ ദിവസം നടന്നു പോകുന്നതും കാണുന്നതും. ഈ അതിജീവിച്ചവരിൽ പ്രധാനമായും കുട്ടികൾ ജീവിതകാലം മുഴുവനും ഗുരുതരമായ ആഘാതവും മാനസിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നു. ആ മാനസിക പ്രത്യാഘാതങ്ങളിലൂടെയാണ് അവർ ജീവിതകാലം മുഴുവനും ജീവിച്ചുകൊണ്ട് പോകേണ്ടത്. ഒരു മനുഷ്യ സമൂഹത്തിന് സഹിക്കാൻ പറ്റാവുന്നില്ല എത്രയധികം മടങ്ങ് കൊടും ക്രൂരതയിൽ ആണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം ഗാസയുടെ അതിർത്തികളിൽ സഹായ ട്രക്കുകൾ നിറഞ്ഞ് അവിടെ കാത്തിരിക്കുന്നു. അവർക്ക് അകത്തേക്ക് വരാനുള്ള പെർമിഷൻ ഇസ്രായേൽ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അതേസമയം ഗാസക്കകത്ത് കുട്ടികൾ ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങൾക്കായി മാലിന്യങ്ങളിൽ തിരയുന്നു. ആശുപത്രികൾ നിറഞ്ഞു കഴിയുന്നു. കരയുന്ന കുട്ടികളെയും മരിക്കാൻ ജീവനില്ലാത്ത കുട്ടികളെയും കരയുന്നവരെയും നോക്കി അമ്മമാർ നിസ്സഹായരായി നിൽക്കുന്ന ഒരു കാഴ്ച. ഇത് വംശഹത്യയാണെന്ന് പല ഓർഗനൈസേഷനുകളും, പ്രോമിനൻ്റ് ആയിട്ടുള്ള അംനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, അതേമാതിരി UN സ്പെഷ്യൽ റപ്പോർട്ടർ ഓൺ പലസ്തീനിയൻ മിസ് ആൽബനീസി എന്ന് തുടങ്ങിയ പലവരും ഇതൊരു വംശഹത്യയാണ്, ഇത് നിർത്തണം എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു കൂസലുമില്ലാതെ, അതൊന്നും മാനിക്കാതെ ഇസ്രായേൽ ഈ വംശഹത്യ നിത്യേന അങ്ങേയറ്റം കൊടും ക്രൂരതയോടെ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വ്യാപ്തി അങ്ങേയറ്റം കൂടിയപ്പോൾ, അത് സഹിക്കാൻ പറ്റാവുന്നതിലധികമായപ്പോൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളുടെയും ലീഡേഴ്സ് ഇസ്രായേലിനെതിരായിട്ട് പ്രസ്താവനകൾ നടത്തി. അതുകൂടാതെ മേജർ ക്യാപിറ്റൽ സിറ്റീസിൽ ധാരാളം ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തി. ഇതിൽ നോട്ടീസബിളായി പറയേണ്ടത് കാനഡ, UK ആൻഡ് ഫ്രാൻസ്, ഈ രാജ്യങ്ങളുടെ ലീഡേഴ്സാണ് പ്രസ്താവനകൾ പ്രത്യേകിച്ചും നടത്തിയത്. അതിലപ്പുറം ജർമ്മനിയിലെ ചാൻസലർ അടക്കം ഇസ്രായേലിനെതിരായിട്ട് പ്രസ്താവന നടത്തി. ഇസ്രായേലിനെതിരായിട്ട് പ്രസ്താവന നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അതൊരു നിഷേധിക്കാൻ പറ്റാത്ത, ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. യു കനോട്ട് ക്രിട്ടിസൈസ് ഇസ്രായേൽ, ഇറ്റ് ഇസ് എ ബിഗ് ടാബു. പക്ഷെ അവരത് ചെയ്തു. What the Israeli army is now doing in the Gaza Strip, I no longer understand, frankly, what its objective is. To cause such suffering to the civilian population, as has increasingly been the case in recent days, can no longer be justified as a fight against Hamas terrorism. When lines are crossed where international humanitarian law is now really being violated, then Germany, the German Chancellor, must also say something about it. Many see this as a historic statement. It's the first time a German government has so openly addressed the possible violation of international law by Israel in its ongoing war with Hamas. എന്നാൽ നടപടിയില്ലാതെ വെറും വാക്കുകൾ പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപകാരവും ചെയ്തില്ല. ഇസ്രായേൽ ഉപരോധം കൂടുതൽ ശക്തമാക്കുക മാത്രമേ ചെയ്തുള്ളൂ. കൊലപാതകങ്ങളുടെയും ബോംബാക്രമണങ്ങളുടെയും നിരക്ക് വർദ്ധിപ്പിച്ചു. ആശുപത്രികൾ കൂടുതൽ നശിപ്പിക്കപ്പെട്ടു. കൂടുതൽ മാധ്യമപ്രവർത്തകരെ കൊല ചെയ്തു. ആളുകൾക്ക് തുള്ളി ഭക്ഷണവും ജീവിക്കാൻ അനിവാര്യമായ അല്പഭക്ഷണം മാത്രം നൽകി അവരെ നിരാശയിലേക്ക് തള്ളിവിട്ടു.
എന്നാൽ ഉപരോധത്തിനെതിരെ ധാരാളം വിമർശനങ്ങൾ പൊങ്ങി വന്നപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വളരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തി. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. ഗാസയിൽ ഒരു തടവുകാരനെ പിടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവരുടെ ഷർട്ട് ഊരാൻ പറയും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൂയിസൈഡ് ബെൽറ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ. ആയിരക്കണക്കിന് തടവുകാർ അങ്ങനെ ഷർട്ട് ഊരിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരാൾ പോലും വയറൊട്ടിയവനോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ ശോഷിച്ചവനോ ആയിട്ട് കണ്ടിട്ടില്ല. എന്നാൽ നേരെ തല തിരിച്ചാണ് കണ്ടിട്ടുള്ളത്. കൂടുതൽ തടിച്ചവരാണ് കണ്ടിട്ടുള്ളത്. കാരണം ടണലിൻ്റെ അകത്ത് അധികം എക്സർസൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാൽ ഗാസയിലെ അമ്മമാർ കണ്ടത് നെതന്യാഹു കണ്ടില്ല. അവരുടെ കുട്ടികൾ പതുക്കെ മരിക്കുന്നു. ആശുപത്രികൾ മോർച്ചറിയായി മാറുന്നു. വിശപ്പ് കൊണ്ട് കരയുന്ന കുട്ടികളെ നോക്കി അമ്മമാർ നിസ്സഹായരായി നിൽക്കുന്നു. പലരും കരയാൻ പോലും കഴിയാത്ത കുട്ടികൾ വളരെ ദുർബലരായി ജീവിക്കുന്നു. ഈ വക നിസ്സഹായാവസ്ഥകളൊന്നും നെതന്യാഹു കണ്ടില്ല. ഇതൊരു യുദ്ധമല്ല, തുല്യർ തമ്മിലുള്ളൊരു സംഘർഷവുമല്ല. കുടുങ്ങിക്കിടക്കുന്ന, പട്ടിണി കിടക്കുന്ന, ഭൂമിന് കീഴടങ്ങുന്ന ഒരു ജനത, നിസ്സഹാര ജനത, വീട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട ജനത. അവർ ശ്വാസം മുട്ടി ജീവിക്കുന്നു. അവരുടെ മേൽ ബോംബ് വർഷിക്കുന്നു. ക്വാഡ്കോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കപ്പെടുന്നു. ഗാസയിൽ കുട്ടികൾ മരിക്കുന്നത് ബോംബിന് മാത്രമല്ല, പട്ടിണി കിടന്ന് മരിക്കുന്നു. ആഗോള ക്രമത്തിന്, റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡറിന് എന്ന് പറയപ്പെടുന്ന അതിനെ ഇതെല്ലാം കണ്ടു നിൽക്കെ ഗാസയിൽ വംശഹത്യ തുടരുന്നു. നോട്ട് ഇൻ സൈലൻസ് ബട്ട് ഇൻ പാരാലിസിസ്.